ശബരിമല സന്നിധാനത്തിന് മുകളിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ പറന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ശബരിമല സന്നിധാനത്ത് അതീവ സുരക്ഷാ മേഖല ലംഘിച്ച് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ താഴ്ന്നു പറന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ ക്ഷേത്രത്തിന് തൊട്ടുമുകളിലൂടെ ഹെലികോപ്റ്റർ പറന്നതാണ് വലിയ വിവാദത്തിന് വഴിവെച്ചത്. പമ്പ പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സംഭവത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് തേടുകയും ചെയ്തു. നിലയ്ക്കൽ, പമ്പ, ശബരിമല ക്ഷേത്രം എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം അതീവ സുരക്ഷാ മേഖലയായി കണക്കാക്കപ്പെടുന്നതാണ്. മുമ്പൊരിക്കലും ഏതെങ്കിലും സേനാ വ്യോമ നിരീക്ഷണം ഇവിടെ നടത്തിയിട്ടില്ലെന്നതാണ് ശ്രദ്ധേയമായ. സംഭവ ദിവസം കോസ്റ്റ് ഗാർഡിന്റെ ചേതക് ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലെത്തി കൊടിമരത്തിനും സോപാനത്തിനും തൊട്ടടുത്തെത്തും വിധം വളരെ താഴ്ന്നാണ് സഞ്ചരിച്ചത്. അനുമതിയില്ലാതെ അതീവ സുരക്ഷാ മേഖലയിലേക്ക് പ്രവേശിച്ച് പരിഭ്രാന്തി പരത്തിയതിനാണ് പോലീസ് കേസെടുത്തത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്നവർ ശ്രീകോവിലടക്കം ദൃശ്യങ്ങൾ പകർത്തിയെന്ന സംശയവും പോലീസിനുണ്ട്. സംഭവത്തിൽ ഗൗരവം ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചു. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ADGP S ശ്രീജിത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മനഃപൂർവ്വമായ നിരീക്ഷണമല്ലെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. മേഘാവൃതമായ കാലാവസ്ഥയെ തുടർന്ന് ദിശ തെറ്റി സഞ്ചരിക്കേണ്ടി വന്നതാണെന്നും റഡാർ സൗകര്യം ഇല്ലാത്തതിനാൽ GPS വഴിയാണ് ഹെലികോപ്റ്റർ നീങ്ങിയതെന്നും അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പ്രതികരിച്ചത്. ഹെലികോപ്റ്റർ വഴിതെറ്റിയെത്തിയതാണെന്ന് കോസ്റ്റ് ഗാർഡ് ബോർഡിനെ അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പമ്പ പോലീസിനപ്പുറം പോലീസ് ആസ്ഥാനത്ത് നിന്നും നേരിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238 355070.